തിരുവനന്തപുരം DCC പുനഃസംഘടന ഉറപ്പായതോടെ തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ കരുനീക്കങ്ങൾ സജീവം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് നേരിട്ട് ബയോഡേറ്റ വരെ നൽകി DCC അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ വരെ നേതാക്കൾ നടത്തുന്നു. അപ്പോഴും VS ശിവകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ DCC അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന ഭയമാണ് ഇവരെ പിന്തിരിപ്പിക്കുന്നത്. ഇതോടെ ചെമ്പഴന്തി അനിൽ, KS ശബരിനാഥ്, മണക്കാട് സുരേഷ്, JS അഖിൽ എന്നിവരുടെ പേരുകളാണ് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഏതായാലും DCC പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, ഏതൊക്കെ നേതാക്കളാണ് നിലവിൽ ഇപ്പോൾ പരിഗണനയിലുള്ളത്? അമൃത, DCCകളുടെ പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിനാൽ അടുത്ത ദിവസം KPCCയുടെ ഭാരവാഹി യോഗവും മറ്റും ചേർന്ന് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷം പുനഃസംഘടനാ നടപടികളിലേക്ക് പോകും. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് ഇതിനുള്ള ചരടിവലികൾ വളരെ ശക്തമായി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നടത്തുന്നത്. പക്ഷേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ മുതിർന്ന നേതാക്കളെ കൂടി പരിഗണിക്കണം എന്ന ആവശ്യം ഉയർന്നു. ഇതോടുകൂടിയാണ് VS ശിവകുമാറിന്റെ പേര് കൂടി നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വന്നത്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2007 ഇതേ പദവി വഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ പദവിയിലേക്ക് വീണ്ടും എത്താനുള്ള താല്പര്യക്കുറവുണ്ട്. ഇതിനപ്പുറം അദ്ദേഹം അടക്കമുള്ള തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കളെ പിന്നോട്ട് വലിക്കുന്ന കാരണം കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടാൽ അതിന്റെ പഴി മുഴുവൻ ഏൽക്കേണ്ടി വരും എന്ന ഒരു ഭയം ഈ നേതാക്കൾക്കെല്ലാം ഉണ്ട് താനും. ഈ ഘട്ടത്തിലാണ് മറ്റു പേരുകളിലേക്ക് ചർച്ചകൾ പോകുന്നത്. ചെമ്പഴന്തി അനിൽ, അതുപോലെ KS ശബരിനാഥൻ, മണക്കാട് സുരേഷ്, JS അഖില് അടക്കമുള്ള പേരുകളിലേക്ക് ഈ ചർച്ചകൾ നീളുകയാണ്. മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷനായ RV രാജേഷ് അടക്കമുള്ള പേരുകൾ കൂടി ഈ പട്ടികയിലേക്ക് വരുന്നുണ്ട്. അതിൽ ശബരിനാഥും VS ശിവകുമാറിനെ പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ആളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീടായിരിക്കും മറ്റു പേരുകളിലേക്കുള്ള ചർച്ചകൾ പോകുക. ഏതായാലും ഇപ്പോഴും ഇക്കാര്യത്തിലേക്കുള്ള ഒരു അന്തിമമായ തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. പ്രാഥമികമായ ചർച്ചകളാണ് നേതാക്കൾക്കിടയിൽ രൂപം കൊണ്ടിട്ടുള്ളത്. പുതിയ നേതൃത്വം കൂടി ചുമതല ഏറ്റെടുത്തോടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പട്ടികകളിൽ മാറ്റം വരും. പക്ഷേ അധികം വൈകാതെ തന്നെ KPCC ഭാരവാഹികളുടെ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനൊപ്പം തന്നെ DCC അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനവും വരുത്താനുള്ള നീക്കമാണ് നേതൃത്വം നടത്തുന്നത്.